إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുസരിച്ച് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും കരുതലും ഉണ്ടായിരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെയല്ല സഹോദരീ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദിന്റെ അഥവാ ശരിയായ ഈമാനിന്റെ ആശയത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് വ്യതിയാനം സംഭവിച്ചു പോകുന്നത് എന്നതാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. അതിൽ ഒരു വിഷയമാണ് ശഫാഅത്തിനെ സംബന്ധിച്ചുള്ള മനുഷ്യന്മാരുടെ തെറ്റായ വിശ്വാസം. ശഫാഅത്ത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്, പരിചിതമായൊരു വാക്കാണ്. മലയാളം പോലെ ഉപയോഗിച്ചു വരുന്നൊരു വാക്കാണ് ശഫാഅത്ത്. ശുപാർശ എന്ന് പറയും. ഇത് മനുഷ്യ സമൂഹത്തിൽ പൊതുവെ സാധാരണമായി നടക്കുന്നൊരു കാര്യമാണ്. സമൂഹത്തിൽ പല കാര്യങ്ങളും പരസ്പരം നടക്കണമെങ്കിൽ ശുപാർശകൾ ഒരാവശ്യമായി വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശുപാർശ പറഞ്ഞ് കാര്യങ്ങൾ നേരെയാക്കുക എന്നത് മനുഷ്യന്മാർക്ക് അറിയാത്ത ഒരു സംഗതിയല്ല, എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു സംഗതിയാണ്. ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ തവസ്സുത്തു ബിൽ ഗൈരി ലിൽ ഗൈരി ബിജൽബി മൻഫഅത്തിൻ മശ്റൂഅത്തിൻ ലഹു ഔ ദഫ്ഇ മളറത്തിൻ അൻഹു. ഇതാണ് അത്തവസ്സുത്തു, മധ്യവർത്തിയായി നിൽക്കുക. ലിൽ ഗൈരി, ഒരാൾ വേറൊരാൾക്ക് വേണ്ടി മധ്യവർത്തിയായി നിൽക്കുക. എന്തിന്? ബിജൽബി മൻഫഅത്തിൻ, ഏതെങ്കിലും ഒരു ഉപകാരം അയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. മശ്റൂഅത്തിൻ, ദീനിൽ ശറഅാക്കപ്പെട്ടിട്ടുള്ള, ദീനിന് വിരുദ്ധമല്ലാത്ത ഒരു കാര്യം ഒരാൾക്ക് ഉണ്ടാക്കിക്കൊടുക്കാൻ വേണ്ടി മധ്യവർത്തിയായി നിൽക്കുക. ഔ ദഫ്ഇ മളറത്തിൻ അൻഹു, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം ബുദ്ധിമുട്ട് വരുന്നതിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി മധ്യവർത്തിയായി നിൽക്കുന്നതിനാണ് എന്തു പറയാ? ശഫാഅത്ത് എന്ന് പറയാം.
ഇത് നമ്മളൊക്കെ പല ആളുകൾക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. ദീനിൽ വിലക്കപ്പെട്ടൊരു സംഗതിയല്ല. ഭൗതികമായ അർത്ഥത്തിൽ നല്ല കാര്യങ്ങൾക്കുള്ള ശഫാഅത്തുണ്ടാവും, മോശപ്പെട്ട കാര്യങ്ങൾക്കുള്ള ശഫാഅത്തുണ്ടാവും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ശഫാഅത്ത് ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. മോശപ്പെട്ട കാര്യത്തിന് ശഫാഅത്ത് ചെയ്യാനും പാടില്ല, ശഫാഅത്ത് സ്വീകരിക്കാനും പാടില്ല, ശഫാഅത്തിന്റെ വഴി പോകാനും പാടില്ല. ഇതൊരു അടിസ്ഥാനപരമായ നിയമമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 85-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, ദുനിയാവിൽ നടക്കുന്ന ശഫാഅത്തിനെ സംബന്ധിച്ചാണ്. മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസനതൻ യകുൻ ലഹു നസീബുൻ മിൻഹാ വമൻ യശ്ഫഅ ശഫാഅത്തൻ സയ്യിഅതൻ യകുൻ ലഹു കിഫ്ലുൻ മിൻഹാ വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖീതാ. വല്ലവനും ഒരു ഹസനത്തായ നല്ല കാര്യത്തിന് വേണ്ടി ആർക്കെങ്കിലും ശഫാഅത്ത് ചെയ്താൽ, മൻ യശ്ഫഅ ശഫാഅത്തൻ, വല്ലവനും ശഫാഅത്ത് ചെയ്താൽ, ഹസനത്തൻ, നല്ല ഒരു കാര്യത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്താൽ, യകുൻ ലഹു, അതുവഴി ആ ശഫാഅത്ത് ചെയ്തവനുണ്ട്, നസീബും മിൻഹാ, അതിന്റെ ഉപകാരത്തിന്റെ നേട്ടത്തിന്, മറ്റാൾക്കൊരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശഫാഅത്ത് ചെയ്താൽ ആ ഉപകാരത്തിന്റെ ഒരു ഫലം അയാൾക്കുണ്ട്. അപ്പൊ നല്ല കാര്യത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യാന്നർത്ഥം. ഇനി വമൻ യശ്ഫഅ ശഫാഅത്തൻ സയ്യിആ, ഒരാൾ മോശപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ശഫാഅത്ത് ചെയ്യുന്നതെങ്കിലോ, തെറ്റായ അർഹതയില്ലാത്ത ഒരു കാര്യം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശഫാഅത്ത് ചെയ്താലോ, യകുൻ ലഹു കിഫ്ലുൻ മിൻഹാ, ആ തെറ്റായ കാര്യം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തതിന്റെ കുറ്റം അയാൾക്കുള്ളതുപോലെ തന്നെ ആർക്കുണ്ട്, ആ ശഫാഅത്ത് ചെയ്ത ആൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചവനും ഉണ്ട്. അതിന്റെ കുറ്റം. വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖീതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും കണിശപ്പെടുത്തിയവനാകുന്നു, എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഇവിടെ രണ്ട് തരത്തിലുള്ള ശഫാഅത്തിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഒരാൾ ഒരു നിയമത്തിന്റെ വഴിയിൽ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടു. നിയമത്തിന്റെ വഴിയിൽ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടു. അയാൾക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റമയാളുടെ മേൽ ആരോപിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും ചെയ്തു. അയാൾ യഥാർത്ഥത്തിൽ നിരപരാധിയാണ്. അങ്ങനെ എത്രയോ കേസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ തൂക്കാൻ വിധിക്കപ്പെട്ട 2 വ്യക്തികളുടെ കാര്യത്തിൽ പുനർവിചിന്തനമുണ്ടായ അനുഭവം നമുക്ക് കാണാൻ പറ്റും. 2 ആളെ തൂക്കാൻ വിധിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഏറ്റവും വലിയ അപൂർവത്തിൽ അപൂർവമായ കേസുകൾക്ക് മാത്രമേ വധശിക്ഷ എന്ന സംഭവം തന്നെ കോടതി കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വിധിക്കപ്പെട്ട കേസിൽ ചില ആളുകൾക്ക് അത് പെൻഡിങ്ങിൽ നിർത്തിക്കാട്ടിപ്പോ. അപ്പൊ അങ്ങനെ നിരപരാധികളായ, ഇനി അയാൾ നിരപരാധിത്വം വേറെ തെളിയിക്കണം, അങ്ങനെ നിരപരാധികളാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാൾക്കെതിരെ ശിക്ഷ വിധിക്കപ്പെട്ടു, കൊലക്കുറ്റം വിധിക്കപ്പെട്ടു, തൂക്കാൻ വിധിച്ചെന്ന് വെക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾ നിരപരാധിയാണ് എന്ന് ബോധ്യമുള്ള ഒരാൾ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്താലോ, ഒരു നല്ല കാര്യമാണ്. ഒരു ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ശുപാർശ ചെയ്യാൻ അധികാരവും കഴിയും, അതിന് യോഗ്യതയൊക്കെയുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്ത് ഇത്തരം ഒരു സാധുവിനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഒരു ജീവനെ പരിരക്ഷിച്ചതിന്റെ കൂലി പ്രതിഫലം അയാൾക്കുണ്ട്. അത് ഇതിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏതൊരു നല്ല കാര്യം ദുനിയാവിൽ ഉണ്ടാകാൻ വേണ്ടി ശുപാർശ ചെയ്താലും അതിന്റെ ഫലം നന്മയാണ് എങ്കിൽ നന്മയുടെ ഫലം ശുപാർശ ചെയ്തവനുണ്ട്, എന്നാൽ പുണ്യപ്പെട്ട പണിയാണെന്നർത്ഥം. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഒരു കുറ്റവാളിയാണ് എന്ന് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട് ശിക്ഷ വിധിക്കപ്പെട്ട ഒരാളെ മറ്റൊരാള് ശുപാർശ ചെയ്തിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലോ, ഒരിക്കലും അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത്തരം ശഫാഅത്തിന് അയാൾ പോകാൻ പാടില്ല. ദീനിന് വിരുദ്ധമായ ഒരു കാര്യം നടപ്പായി കിട്ടാൻ വേണ്ടി അധികാരങ്ങളെയോ ശക്തിയോ ഉപയോഗിച്ചുകൊണ്ട് ശഫാഅത്ത് ചെയ്യാൻ ഒരാൾക്കും പാടില്ല, മുസ്ലിമിന് പാടില്ല. ശിക്ഷ അനുഭവിക്കേണ്ട പണം കുറ്റം ചെയ്യപ്പെട്ടവനാണെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവനാണ്, അവൻ അർഹതപ്പെട്ടവനാണ്. അങ്ങനെ അർഹതപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇങ്ങനെ ഒരു കേസ് വന്നത് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ബനൂ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള വളരെ കുലീനമായ ഒരു കുടുംബത്തിൽ വളരെ കുലീനയായ ഒരു സ്ത്രീ സറഖത്ത്, അവൾ കളവ് നടത്തി തെളിഞ്ഞു.
കളവ് നടത്തിയാൽ എന്താണ് വിധിക്കേണ്ടത്? കൈ ഛേദിക്കുക എന്നുള്ള ഇസ്ലാമികമായ നിയമം. ആ നിയമം നടപ്പാക്കേണ്ട ഘട്ടം വന്നപ്പോ ബനൂ മഖ്സൂമികളായ ആളുകൾ ഒരുമിച്ച് കൂടി ഇവരെങ്ങനെ രക്ഷപ്പെടുത്തണം? രക്ഷപ്പെടുത്തിയില്ലെങ്കിലാ തറവാടിന് കേടാണ്, മോശമാണ്. അങ്ങനെ കള്ളന്മാരെന്നുള്ളത് ഒരു പ്രതിച്ഛായ ഉണ്ടാകുന്നത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ കൂടി ആലോചിച്ച് പറഞ്ഞു, ആരുണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ? വമൻ യജ്തരിഉ അലൈഹി ഇല്ലാ ഉസാമ ഹിബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് ശുപാർശ ചെയ്യാൻ ഒറ്റ ആളേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ ആളാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അല്ലാതെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് പറയാൻ കഴിയില്ല. അതായത് തെറ്റായ ഒരു കാര്യത്തിന് റസൂലുള്ളാഹിന്റെ അടുക്കൽ ശഫാഅത്തിന് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിന് കൂട്ടുനിൽക്കണമെന്നാ. അങ്ങനെ ധൈര്യമുള്ളവരായ ആളുകൾ ഉണ്ടാകൂല. പക്ഷെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് ഇത് പറഞ്ഞു. അവരെ ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും തന്റെ ഇഷ്ടപ്പെട്ട വ്യക്തിയോട് പറയാ, തസ്ഫഉ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കണമെന്ന് നീ എന്നോട് ശുപാർശ ചെയ്യുകയാണോ? ആവർത്തിച്ച് റസൂൽ ചോദിച്ചു, ഇതെന്ത് ശഫാഅത്താണ്? എന്നിട്ടൊരു പാഠം അവർക്ക് കൊടുത്തു. എന്താ പാഠം? എല്ലാവരെയും വിളിച്ചുകൊണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്നമാ അഹ്ലക്കല്ലദീന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങൾക്കൊക്കെ നാശം വരാനുള്ള കാരണം അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിമുശ് ശരീഫ്, ശ്രേഷ്ഠന്മാരായ ആളുകൾ അവരുടെ കൂട്ടത്തിൽ കളവ് നടത്തിക്കഴിഞ്ഞാൽ തറക്കൂ, അവനെ ഉപേക്ഷിക്കാൻ പല ഉപായങ്ങൾ അവർ സ്വീകരിച്ചു. വലിയ വലിയ മഹാന്മാരായ ആളുകളാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ അവരെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശുപാർശകന്മാരും പല ആളുകളും വന്നുകൊണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. എന്നാൽ വല്ലഈഫ്, ദുർബലനായ ഒരാളാണ് കട്ടതെങ്കിലോ അഖാമു അലൈഹിൽ ഹദ്ദ, അയാളുടെ പേരിൽ അവർ നിയമം നടപ്പാക്കി, അയാളെ കൈ ഛേദിച്ചു. എന്താണോ ശിക്ഷ വിധിക്കപ്പെട്ടു. അങ്ങനെ ഒരു പരിപാടി ദീനുൽ ഇസ്ലാമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനുണ്ടാവില്ല. ആ ശുപാർശയായിട്ട് ആരും വരണ്ട. ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദ് സറഖത്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ലഖതഅതു യദഹാ, അവിടെ കൈ ഞാൻ വെട്ടും. അവിടെ ബന്ധവും സ്നേഹമൊന്നുമില്ല. ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ബന്ധവും സ്നേഹമൊന്നുമില്ല. നിയമം നടപ്പാക്കേണ്ട വിഷയമാണ് എങ്കിൽ മകനാണെങ്കിലും വാപ്പയാണെങ്കിലും ആരാണെങ്കിലും നടപ്പാക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ ശുപാർശക്കാരും വരേണ്ടതില്ല എന്നാണ്. അപ്പൊ ഇതാണ് കാര്യം. രണ്ടു തരത്തിലുള്ള ശുപാർശ. ഒന്ന്, ആവശ്യമുള്ള ഒരാൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി സഹായകമായി നിന്നാൽ അതൊരു പുണ്യകർമ്മമാണ്. എന്നാൽ അന്യായമായ ഒരു കാര്യം നടപ്പായി കിട്ടാൻ വേണ്ടി തന്റെ അധികാരമോ പണമോ സൗകര്യങ്ങളോ ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റകരമായ കാര്യമാണ്. ആ തെറ്റിന്റെ ഫലം അയാൾ അനുഭവിക്കേണ്ടി വരും എന്നതാണ്. ഇനി ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന ഇത്തരം ശുപാർശകൾ, മനുഷ്യന്മാർക്കിടയിൽ നിനക്ക് ഹക്കായ കാര്യത്തിന് വേണ്ടിയും ബാത്തിലായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ശുപാർശ നടപ്പാവുന്നുണ്ട്. അതേപോലെയുള്ള ഒരു ശുപാർശ സമ്പ്രദായം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ചാർജ് ചെയ്തുകൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസമാണ് ശഫാഅത്തിന്റെ പേരിലുള്ള ശിർക്കിന്റെയോ കുഫറിന്റെയോ വിശ്വാസമായി മാറുന്നത്. മനുഷ്യന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ സ്വീകരിക്കേണ്ട ഗതികേടുണ്ടാവും. ഇപ്പൊ ഒരു നാട് ഭരിക്കുന്ന വലിയ മഹാനാണെന്ന് വെക്കുക, അയാൾ നടപ്പാക്കേണ്ട ഒരു നിയമമാണ്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അയാൾ ബാധ്യസ്ഥനുമാണ്. പക്ഷേ ചില ആളുകൾ ചെന്നിട്ട് ചെന്ന് പറയുന്നു ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ഒരുപക്ഷെ എന്ത് ചെയ്യും? കണ്ണു ചുമ്പും, അല്ലെങ്കിൽ നിയമം നടപ്പാക്കൂല. കാരണം എന്താണ്? നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ ഈ വ്യക്തിയുമായിട്ട് അയാൾ പിണങ്ങേണ്ടി വരും. അങ്ങനെ ബന്ധമുണ്ട്, പരസ്പര ബന്ധമുണ്ട്. ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ അതുപോലും സ്വീകരിക്കേണ്ട ഗതികേട് പൊതുവെ മനുഷ്യന്മാർക്കിടയിലുണ്ട്. അത്തരമൊരു ശഫാഅത്ത്, അങ്ങനെ അന്യായമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങളാകട്ടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വാങ്ങുക എന്ന് പറയുന്നത് എവിടല്ല? അള്ളാഹുവിന്റെ കോടതിയിൽ അങ്ങനെ ഒരു സംഭവമല്ല. അള്ളാന്റെ അടുക്കൽ അത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ അങ്ങനെ നടക്കുമെന്ന് പലരും വിശ്വസിച്ചിട്ടുണ്ട്, ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു.
അതാണെന്ത്? അങ്ങനെയുള്ള വിശ്വാസം, ശഫാഅത്തിന്റെ പേരിൽ അത്തരമൊരു വിശ്വാസം ഒരാൾക്കുണ്ടായാൽ അത് കുഫറിലേക്ക് ചാടി, അല്ലെങ്കിൽ ശിർക്കിലേക്ക് ചാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്തിലൂടെ കൃത്യമായി അത് പറയുന്നു. എന്താ പറയുന്നത്? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. മാലാ യദുർറുഹും വലാ യൻഫഉഹും, യഥാർത്ഥത്തിൽ അവർക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിയാത്തവരായ ആളുകളെ അവർ ആരാധിക്കുന്നു. അള്ളാഹുവിന് പുറമെ ആരെ ആരാധിച്ചാലും അവർക്കെന്തില്ല? നമ്മൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരാധിക്കുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ വാസ്തവത്തിൽ കഴിയില്ല. അങ്ങനെ ചെയ്യാത്തവരായ ആളുകളെ ആരാധിക്കുന്നു. എന്നിട്ട് വയഖൂലൂന, അവര് പറയുന്നു, ഹാ ഉലായി, ഈ ആരെയാണോ ആരാധിക്കുന്നത് അവർ ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ നമ്മൾ ശുപാർശക്കാരാണ്. അതൊരു വിശ്വാസമാണ്. ഇവര് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ശുപാർശക്കാരാണ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞവരായ ആരാധിക്കപ്പെടുന്നവരായ ആളുകൾ അള്ളാഹിന്റെ അടുക്കൽ വലിയ മാഹാത്മ്യമുള്ളവരായ ആളുകളായതുകൊണ്ട് ഇവർ ശഫാഅത്ത് ചെയ്താൽ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകും, ഒരപ്പീലുമില്ല എന്ന് അവർ വിശ്വസിച്ചു. നമ്മൾ അള്ളാഹുവിനെ നേരിട്ട് ആരാധിച്ചോളുന്നില്ല, മറിച്ച് എന്ത് ചെയ്താൽ മതി? അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ടവരായിട്ടുള്ള മഹത്തുക്കൾ എന്ന് കരുതുന്നവരായ ആളുകളെ ആരാധിച്ചാൽ മതി. അവരോട് നമ്മൾ നമ്മുടെ സങ്കടം പറഞ്ഞാൽ മതി. അവര് നമ്മുടെ കാര്യം അള്ളാഹിന്റെ അടുക്കൽ പറഞ്ഞത് വാങ്ങിത്തരാനുള്ള കൽപ്പും കഴിവും ഉള്ളവരാകുന്നു അവർ എന്ന് ശുഫാഅക്കന്മാരെ സംബന്ധിച്ച് ഈ ആളുകൾ വിശ്വസിച്ചു. ഇതാരെക്കുറിച്ച് പറയുന്നതാ? മക്കയിലെ മുശ്രിക്കീങ്ങളെ വിശ്വാസ, അവരുടെ ശഫാഅത്തിനെ പറ്റി വിശ്വാസാണ്. അതിനെ ഖുർആൻ ഖണ്ഡിക്കുന്നത് എങ്ങനെയാണ്? ഖുൽ, നബിയെ താങ്കൾ പറയുക, അതുനബ്ബിഊനല്ലാഹ്, അല്ല നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണോ? ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വലാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും നിന്ന് അള്ളാഹുവിന് അറിയാത്തതായ ഒരു കാര്യം ഇങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ ഇപ്പൊ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പരമപരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനാകുന്നു. എന്താ അവിടെ ചെയ്തത്? അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ യോഗ്യന്മാരായ ആളുകൾ ഉണ്ട് എന്ന് അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ചില ശുപാർശകന്മാരായ മഹാന്മാരുണ്ട്, അവരെന്ത് പറഞ്ഞാലും അള്ളാഹിന്റെ അടുക്കൽ നേടിത്തരാൻ പറ്റും, അവർ കഴിവുള്ളവരാകുന്നു. അങ്ങനെ ഒരു നിയമം അള്ളാഹു തആല വെച്ചിട്ടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു പറയാത്തൊരു നിയമം വെച്ചുകൊണ്ടാണ് ഇവരത് ചെയ്യുന്നത്. ആ ചെയ്യുന്നത് എന്താണ്? ശിർക്കാണ്. സുബ്ഹാനല്ലാഹ് അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും അള്ളാഹു പരമപരിശുദ്ധനാകുന്നു. അപ്പോ ശഫാഅത്ത് എന്ന് പറയുന്ന വിശ്വാസത്തിലൂടെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമയുടെ ആശയത്തിന് പുറത്തേക്ക് പോകുന്ന രീതിയാകുന്നു ഖുർആൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതേ വിശ്വാസം തന്നെ മുസ്ലിം ഉമ്മത്തിൽ പല ആൾക്കാർക്കും ഇല്ലേ? നമ്മളൊന്നും ആലോചിക്കൊള്ളുന്നില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ മഹാന്മാരെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെക്കാക്കും മലക്ക് പറഞ്ഞവർ. ആരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നവർ. എന്താ പറയാ, എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നവർ. മുരീദന്മാരാരും നല്ലവരായാലും കുഴപ്പമില്ല, ഞാൻ നല്ലവനാണ്, അതുകൊണ്ട് ഇന്നിൽ വിശ്വസിച്ചാൽ മതി എന്ന് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ പേര് കളവ് പറയാം. അപ്പൊ നമ്മൾ ആരും നല്ലവരായിക്കോളും, നല്ലവനായ ഒരാളുണ്ടായാൽ മതി, അയാളെ വിശ്വസിച്ചാൽ മതി, അയാളോട് പറഞ്ഞാൽ മതി, അയാളെല്ലാ കാര്യങ്ങളും നേരെയാക്കി തരും എന്ന അതേ വിശ്വാസം നമ്മുടെ ഉമ്മത്തിൽ കുറെ ആൾക്കാർ വെച്ചു പുലർത്തുന്നു എങ്കിൽ അതെന്ത് വിശ്വാസമാണ്? വിശുദ്ധ ഖുർആൻ മക്കയിലെ മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അതേ വിശ്വാസമാണ്. ഒരു മാറ്റം അതിനില്ല. അപ്പൊ ഇങ്ങനെയാണ് വിശ്വാസ വൈകല്യങ്ങളിൽ ചാടി ഒരാള് ശിർക്കിന്റെ വക്താവായി, ശിർക്കിന്റെ ഭാഗമായി തീരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ശഫാഅത്ത് എന്ന് പറഞ്ഞ സംഗതിയെ തന്നെ വിശുദ്ധ ഖുർആൻ ശക്തിയായി ഇല്ല എന്ന് പറഞ്ഞു. ഖുർആനിൽ രണ്ടു തരമാണ്. ഒന്ന് ഉള്ള ശഫാഅത്തിനെ പറ്റി പറഞ്ഞു, ഒന്ന് ഇല്ലാത്ത ശഫാഅത്തിനെ പറ്റിയും പറഞ്ഞു. അപ്പൊ ആളുകൾ ഇത് ഒരു ഭാഗത്ത് ശഫാഅത്ത് എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നും പറയുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ശഫാഅത്ത് ഉണ്ട് എന്നും പറയുന്നുണ്ട്. രണ്ടും വിശുദ്ധ ഖുർആനിൽ കാണും. അപ്പൊ ആളുകൾക്ക് കൺഫ്യൂഷനാണ്, ഇതെന്താ അപ്പൊ ഇങ്ങനെ പറയുന്നത്? എന്നാൽ പറയുന്നതിന്റെ രീതി എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ നടക്കുകയില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള ശഫാഅത്ത് ഏതോ അതാണ് ഇല്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ സൂറത്ത് ബഖറ നമ്മൾ ഓതുമ്പോൾ കാണാം, വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ
വലാ യൂഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഹാജരാക്കുന്ന സമയമുണ്ടല്ലോ. വത്തഖൂ യൗമൻ, ആ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ പേടിച്ചുകൊള്ളണം, സൂക്ഷിച്ചുകൊള്ളണം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ. ഒരു മനുഷ്യനും ഒരാത്മാവും തന്നെ വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത ദിവസമാണ്. ഒരാത്മാവിനും വേറൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും രക്ഷയുടെ മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ദിവസമാകുന്നു പരലോകത്ത് വരാനുള്ളത്. അന്ന് വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, ഒരു മനുഷ്യനിൽ നിന്നു തന്നെ ഒരു ശഫാഅത്തും സ്വീകരിക്കൂല. നമ്മളെ വിചാരം എന്താ? പല ആളുകളെയും വിചാരം എന്താ? അങ്ങനെ അവനെ വിശ്വസിച്ചാൽ മതി, ആ വലിയയിൽ വിശ്വസിച്ചാൽ മതി, ഈ നബിയിൽ വിശ്വസിച്ചാൽ മതി, ആ മലക്കിൽ വിശ്വസിച്ചാൽ മതി, അവർ നമ്മളെ കാര്യം ഹാസിലാക്കി തരുമെന്നല്ലേ? അങ്ങനെ ഒരു ആത്മാവുമില്ല, ഒരാൾക്കും അതിന് അധികാരമില്ല. വലാ യൂഖദു മിൻഹാ അദൽ, അവിടെ നിന്ന് മോചനദ്രവ്യവും സ്വീകരിക്കൂല. രണ്ടുമില്ല. ദുനിയാവിൽ ഈ രണ്ട് കാര്യം നടക്കും. ദുനിയാവിൽ എത്രമാത്രം കുറ്റം ചെയ്തവനാണ് ആണെങ്കിലും ശരി, ശുപാർശ കൊണ്ട് രക്ഷപ്പെടും. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും കയ്യിലിഷ്ടം പോലെ പൂത്ത പൈസയും പിന്നിൽ നിൽക്കാൻ 100 ആളും ഉണ്ടെങ്കിൽ, കുറച്ച് അധികാരമുണ്ടെങ്കിൽ ഏത് കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദുനിയവിയായ ലോകത്ത് മനുഷ്യന് കഴിയുന്നുണ്ട്. ആ പൂതിയും വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ പൈസ ഉള്ള ആൾക്കാരെ ശുഭായത്ത് കൊണ്ടൊന്നും അവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്താ? ഒരാളൊരു കുറ്റം ചെയ്തു, ആ കുറ്റത്തിന് മാത്രം എന്തെങ്കിലും ദണ്ഡം കൊടുക്കുക, അങ്ങനെ രക്ഷപ്പെടാം. ഒരാള് ദീനുൽ ഇസ്ലാമിൽ തന്നെ ഉണ്ട്. എന്ത്? ഒരാളൊരാളെ കൊന്നു അവിചാരിതമായി കൊന്നു കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കൊലപാതകത്തിന് സമാനമായി എന്താണോ അവരാവശ്യപ്പെടുന്ന പൈസ അത് കൊടുത്താൽ അവൻ ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടും. അവിടെ തെണ്ടാണ്, അവിടെ അതിലാണ്, അത് ദീനിലുള്ളതാണ്. അതേപോലെ വേറെ ഏതെങ്കിലും കുറ്റത്തിൽ നിന്നോ രക്ഷപ്പെടാൻ വേണ്ടി സാമ്പത്തികമായോ അല്ലാത്തതോ ആയ തെണ്ടം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ദുനിയാവിൽ കഴിയും. എന്നാൽ അള്ളാന്റെ കോടതിയിൽ അത് നടക്കൂല. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബൽ മിൻഹാ ശഫാഅത്തുൻ വലാ യൂഖദു മിൻഹാ അദൽ, ഒരു തെണ്ടവും സ്വീകരിക്കപ്പെടൂല. വലാ ഹും യുൻസറൂൻ, അവർക്ക് ഒരു സഹായം കിട്ടാനും പോകുന്നില്ല. ആരും ആരെയും സഹായിക്കൂല. ആരെയും ഉണ്ടാവും സഹായം? നമ്മൾക്ക് സഹായമായി പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ എന്തേ ഉണ്ടാവും? നമ്മുടെ അമല് മാത്രമേ ഉണ്ടാവൂ, നമ്മുടെ ഈമാൻ മാത്രമേ ഉണ്ടാകൂ, നമ്മുടെ തൗഹീദ് മാത്രമേ ഉണ്ടാകൂ, നമ്മുടെ ഷഹാദത്തിന്റെ കലിമയുടെ മാറ്റ് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്തൂ. വേറെ ഒരു സംഗതിയും അവിടെ ഉണ്ടാകില്ല. ആരും ആർക്ക് വേണ്ടിയും അവൻ നമ്മളെ രക്ഷപ്പെടുത്തു, അവൻ നമുക്ക് ശുപാർശ ചെയ്യും, അങ്ങനെ വിശ്വാസം വേണ്ട. അതേപോലെ ഖുർആൻ വീണ്ടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോ കേട്ടോ. എല്ലാം കെട്ടിപ്പൂട്ടി വെക്കണ്ട. നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ള ദുനിയാവും ചെലവഴിച്ച. മിൻ ഖബ്ലി അൻ യഅതിയ യൗം, ഒരു ദിവസം വരുന്നതിന് മുമ്പ് ചെലവഴിച്ചോ. റൂഹ് തൊണ്ടക്കുഴിയിലെത്താൻ കാത്തു നിൽക്കേണ്ടതില്ല, അതിനു മുമ്പ് ചെലവഴിച്ചോ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? യൗമുൻ ലാ ബൈഉൻ ഫീഹി, അവിടെ ബൈ ഇല്ല, അവിടെ ഏർപ്പാടില്ല, അവരെ ഇടപാടുകളും നടക്കൂല. വലഹുല്ല, സ്നേഹബന്ധങ്ങൾക്കൊന്നും അവിടെ വിലയില്ല. വാപ്പ ഉമ്മ എഞ്ചന് പെണ്ണുങ്ങള് എന്ന വർത്താനൊന്നും ആടല്ല. ഞാൻ അത്രയും സ്നേഹിച്ചോണം കഴിച്ചിലാക്കണേ, ഒരു രക്ഷയില്ല, ഒരു ഹുല്ലത്തും നടക്കൂല. വലാ ശഫാഅ, അവിടെ ഒരാളുടെയും ശഫാഅത്തും സ്വീകരിക്കപ്പെടൂല. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, കാഫിരീങ്ങൾ അവർ തന്നെയാകുന്നു അക്രമികൾ. ആ അക്രമമായിട്ട് പോയിട്ട് കാര്യമില്ല. ദുനിയാവുള്ള കാര്യങ്ങളൊന്നും പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ നേടാൻ വിചാരിച്ചിട്ട് ആരും പോകേണ്ടതില്ല. ഒരു ശഫാഅത്തുകാരനും അവിടെ ഉണ്ടാകില്ല. അപ്പൊ ശഫാഅത്ത് എന്ന് പറഞ്ഞ സംഗതിയെ തന്നെ ഇവിടെ പാടെ അങ്ങോട്ട് എന്ത് ചെയ്യാണ്? നിഷേധിക്കുക. ആ നിഷേധിച്ചത് എന്താണ്? ഈ പറഞ്ഞ വിചാരത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾക്ക് ബഹുമാനപ്പെട്ടവരായ ആളുകളുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, അമ്പിയാക്കന്മാരുണ്ട്, മഹത്തുക്കളുണ്ട്. നമ്മൾ അവരിൽ വിശ്വാസം അർപ്പിച്ചാൽ മതി. അവരോട് അശഫാഅത്ത് ഹബലന എന്ന് പറഞ്ഞാൽ മതി, ഓല് നമുക്ക് തരും. അവരെ കയ്യിലുള്ള എന്തോ ഒരു സംഗതിയാണത് എന്നൊരു ധാരണയിൽ ആളുകൾ, വിശ്വാസികളായ ആളുകൾ പോലും ശഫാഅത്തിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ആ വിചാരം വേണ്ട. അങ്ങനെ ഒരു ശഫാഅത്ത് ഇല്ലേ ഇല്ല. അങ്ങനെ ഒരാളുമില്ല. അങ്ങനെ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഒരാളെയും നിശ്ചയിച്ചിട്ടില്ല. ഇത് എത്ര സ്ഥലത്താണ് ഖുർആൻ ഈ കാര്യം വളരെ കൃത്യമായി പറഞ്ഞില്ല. അമിത്തഖദു മിൻ ദൂനില്ലാഹി ശുഫാഅ, അതല്ല, അവര് അള്ളാഹുവിന് പുറമെ ചില ശുപാർശകന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ? അതായത് അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്നവരായ ആളുകൾക്ക് മക്കയിലെ മുശ്രിക്കുകൾ ഇട്ട ഒരു പേരെന്താ? ശുഫാഅ.
ശുപാർശകന്മാരായ ആളുകൾ എന്നാണ്. അവരാരാധിക്കുക, അവർ നമ്മുടെ കാര്യം ഏറ്റെടുത്തോളും എന്ന് അവർ വിചാരിക്കണം. അമിത്തഹദു മിൻ ദൂനില്ലാഹി ശുഫാ, അള്ളാഹുവിന് പുറമെ വേറെ ശുഫാക്കന്മാരെ അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ, അല്ല അവരൊന്നിനെയും ഉടമപ്പെടുത്താത്തവരാണെങ്കിൽ പോലും നിങ്ങളെ പോലെ ഔലിയാക്കന്മാരാക്കി വെക്കുവോ എന്ന് വെച്ചാൽ അതിനർത്ഥം നിഷേധമാണ് മറുപടി. അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി ഒരാളെ ആരും നിശ്ചയിച്ചിട്ടില്ല. അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ, അവരൊന്നും ഒരു ശഫാഅത്തിനെയും ഉടമപ്പെടുത്തിയിട്ടില്ലാത്തവരാണെങ്കിലും നിങ്ങൾ അവരെ ശുപാർശകന്മാരാക്കി വെക്കുകയാണോ? വലാ യഖിലൂൻ, അവരൊന്നിനെ പറ്റി ചിന്തിക്കാത്തവരുമാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലെ അറിയുന്നില്ല. എനിക്ക് ശഫാഅത്ത് തന്നെ എന്ന് ഏതെങ്കിലും ഒരു ഖബറിനടുത്ത് പോയിട്ട് ഒരാൾ പറഞ്ഞാൽ ഓലിത് അറിയുന്നില്ല, കേൾക്കുന്നില്ല, അതിന് യോഗ്യത അവർക്കില്ല. അതാകുന്നു അതിന്റെ വസ്തുത. അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അമിത്തഖദു ഹൗലായിൽ മുശ്രികൂന ബില്ലാഹ് മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ വേറെ പല ആൾക്കാരെയും ആരാധനയിൽ അള്ളാഹുവിനോട് പങ്കാളികളാക്കിയവരായ ആളുകൾ, അതായത് അവരുടെ ആലിഹത്തവും അവരുടെ ആരാധ്യന്മാരെ പങ്കാളികളാക്കിയവരായ ആളുകൾ. അല്ലതീ യുഅബദു അല്ലതീ യഅബുദൂനഹ, അവരാരാധിക്കുന്നവരായ ആളുകൾ എന്താക്കി? ശുപാർശകന്മാരാക്കി വെച്ചു. എന്തിന്? തശ്ഫഉ ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിനടുക്കൽ ശുപാർശ ചെയ്യുമെന്ന വിചാരത്തിലാണ് ശഫാഅത്തുകാരാക്കിയത്. ഫീ ഹാജാതിഹിം, എന്ത് കാര്യത്തിൽ? നമ്മുടെ ഹാജത്തൊക്കെ ഓലോട് പറഞ്ഞാൽ മതി, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഓലോട് പറഞ്ഞാൽ മതി, അതൊക്കെ അവർ നേടിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്കുക. ഖുൽ യാ അയ്യുഹർ റസൂൽ, റസൂലേ അങ്ങനെയുള്ളവരായ ആളുകളോട് പറഞ്ഞേക്കുക, അതത്തഖിദൂനഹാ ശുഫാ, നിങ്ങൾ അവരെ ശഫാഅത്തുകാരാക്കി വെച്ചിരിക്കുകയാണോ? കമാ തസ്ഊമുന വലൗ കാനത്തിൽ ആലിയതു ലാ തംലികു ശൈഅൻ വലാ തഅഖിലു ഇബാദതകും ലഹാ, നിങ്ങൾ അവർക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുന്ന ഒരു അറിയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനുള്ള ഉടമാവകാശം അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ ശഫാഅത്തുകാരാക്കി വെച്ചിട്ടുള്ളത്? അപ്പൊ ആർക്കും അങ്ങനെ ഒരു അധികാരം അല്ലാഹു തആല വകവെച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ തൊട്ട് പിന്നാലുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, അങ്ങേയറ്റം നമ്മൾ ചിന്തിക്കേണ്ട ആയത്താണ്, ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, എല്ലാ ശഫാഅത്തിന്റെയും ഉടമാവകാശം അല്ലാഹുള്ളതാണ്. അതാണ് പ്രശ്നം. എല്ലാ ശഫാഅത്തിന്റെയും ഉടമാവകാശം അല്ലാഹുവിനുള്ളതാണ്. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കു സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ മുൽക്ക് അധികാരം അള്ളാന്റെ കയ്യിലുള്ളതാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, അന്തിമമായി ആ അള്ളാഹുവിങ്കലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെ സകല അധികാരവും ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനാകുന്നു എന്നുള്ളത് ശഫാഅത്തിനുള്ള അധികാരമുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ആർക്ക് ശഫാഅത്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളയാണ്. ആര് ശഫാഅത്ത് ചെയ്യണമെന്ന് ഇസ്ലാമിൽ മശ്റൂഅതായി പറയുന്നത്. ഇസ്ലാമിൽ മശ്റൂആയിട്ടുള്ള ഉണ്ട് എന്ന് പറയുന്ന ശഫാഅത്ത് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആളുകളല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മനുഷ്യന്മാർ വിചാരിച്ചു വെക്കുന്നത് പോലെ ഇന്ന ആളുകളൊക്കെ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന വിചാരിക്കേണ്ടതില്ല. അത് പൊട്ടത്തരമാണ്. പിന്നെ എന്താ വിചാരിക്കേണ്ടത്? ശഫാഅത്ത് മുസ്ലിമീങ്ങളായ ആളുകൾ വിശ്വസിക്കേണ്ടത് എല്ലാ ശഫാഅത്തിന്റെയും ഉടമാവകാശി അല്ലാഹുവാണ്. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, കാരണം ലഹു മുൽക്കു സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ അധികാരം അവനുള്ളതാണ്. ഓന്റെ അടുക്കൽ ശഫാഅത്തിന് വേറെ ആരും പോകൂല. അതിന് ധൈര്യമുള്ളവരായ ആളുകൾ അള്ളാന്റെ പടപ്പുകളില്ല. സുമ്മ ഇലൈഹി തുർജഊൻ, അവങ്കിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഖുൽ ലിഹൗലായിൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കീങ്ങളോട് പറയുക റസൂലേ, എന്താ പറയേണ്ടത്? ആകാശഭൂമിയോടൊക്കെ അധികാരമുള്ളവനായ അല്ലാഹുവിനാകുന്നു ലില്ലാഹി ശഫാഅത്തു ജമീഅൻ എന്ന് പറഞ്ഞേക്കുക. വയതസറഫു ഫീഹിമാ, ആകാശഭൂമികളുടെ എല്ലാ സംഗതികളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? അള്ളയാണ്. ഏതെങ്കിലും ശുഫാക്കന്മാർക്കോ ഏതെങ്കിലും പങ്കാളികൾക്ക് പങ്കുണ്ടോ? ഈ ദുനിയാവ് നിലനിൽക്കുന്ന കാര്യത്തിൽ ആർക്കും പങ്കുണ്ടോ? ഇല്ല. ആർക്കേ പങ്കുള്ളൂ? അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ട സംഗതിയാണ്. ഫൽ വാജിബ്, അപ്പൊ നിർബന്ധമായ കാര്യം എന്താ? അൻ തുത്ലബ ശഫാഅത്തു മിമ്മൻ യംലികുഹാ, ശഫാഅത്തിന് അർഹതയും അവകാശവും ഉള്ളവൻ ആരോ ഓനോടാണ് ചോദിക്കേണ്ടത്. എനിക്ക് ശഫാഅത്ത് തരണേ എന്ന് ചോദിക്കേണ്ട ആരോടാ? അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കാണുന്നത്. വർസുഖ്നാ, റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ പറ്റി പറയണ്ടല്ലോ, വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ, അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നീ എനിക്ക് തരണേ. ആരോടാ ചോദിക്കുന്നത്? അള്ളാഹിനോട് ചോദിക്കുന്നത്. റസൂലേ ശഫാഅത്ത് തരണേ എന്നല്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല, റസൂലിനും കഴിയില്ല, മലക്കുകൾക്ക് കഴിയില്ല, ലോകത്താർക്കും അള്ളാഹിന്റെ സൃഷ്ടികൾക്കാർക്കും കഴിയില്ല.
അപ്പൊ ആര് ശഫാഅത്ത് ചെയ്യണം, ആർക്ക് ശഫാഅത്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ചോദിക്കേണ്ടതും അള്ളാഹുവിനോട് മാത്രമാണ്. വഅൻ തുഖ്ലിസ ലഹു അൽ ഇബാദ. അങ്ങനെ ശഫാഅത്ത് കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ഓൻ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കണം. ഓന്റെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അങ്ങനെയുള്ളവനെ ശഫാഅത്തുള്ളൂ. വലാ തുത്ലൗ മിൻ ഹാദിഹിൽ ആലിഹ. ഇങ്ങനെ മനുഷ്യൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരോടും ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല. അല്ലതീ ലാ തളുറു വലാ തൻഫൗ. അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒന്നിനും മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ഉപകാരം ഉണ്ടാക്കാനോ ഉപദ്രവം ഉണ്ടാക്കാനോ കഴിയില്ല എന്നാണ്. അപ്പൊ ആർക്കും ഉപദ്രവം ചെയ്യാൻ പറ്റാത്ത, ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോടൊന്നും ഇത് ചോദിച്ചിട്ട് കാര്യമില്ല. ചോദിക്കേണ്ടത് ആരാണ്? അള്ളാഹിനോടാണ്. കുല്ലു ശഫീഇൻ ഫഹുവ യഖാഫു. അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവരൊക്കെ പേടിക്കുന്നവരാണ്. കുല്ലു ശഫീഇൻ. കാരണം അള്ളാന്റെ അടുക്കൽ നീതികേട് ഒരാൾക്ക് ആവശ്യപ്പെടാൻ പറ്റുമോ? ഇയാൾ ശഫാഅത്തിന് അർഹനാണോ അർഹനല്ലേ എന്ന് ഇയാളെങ്ങനെ തീരുമാനിക്കുക? ആർക്കെങ്കിലും പറ്റുമോ? ഒരു കൊടിയ കുറ്റവാളിയായ ഒരാൾ, അയാൾ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എങ്കിൽ ഇവർക്ക് വേണ്ടി നമുക്ക് പറയാൻ പറ്റുമോ? അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്ത് വാങ്ങാന്നുള്ളത് പറ്റുമോ? അള്ളാഹുവിന്റെ നീതിയെ ചോദ്യം ചെയ്യുകയാണ്. അതായത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. അള്ളാഹിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അള്ളാഹ് ആരാണ് സാധാരണ മനുഷ്യന്മാർ, നാട്ടിലെ രാജാക്കന്മാര്, ഭരണാധികാരി, അവിടുത്തെ പ്രസിഡന്റ്, ഇവിടുത്തെ നേതാവ്, അങ്ങനെ കണക്കാക്കാൻ പറ്റൂല. അങ്ങനെ കണക്കാക്കുമ്പോഴാണ് ഈ ശഫാഅത്ത് ഇത്രയും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അള്ളാഹിന്റെ അടുക്കൽ അതൊന്നുമില്ല. കുല്ലു ശഫീൻ വഹുവ യഖാഫു. അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവർക്ക് അള്ളാഹിനെ പേടിക്കുന്നവരാണ്. വലാ യഖ്ദിറു അൻ യശ്ഫഅ ഇൻദഹു. അള്ളാഹിന്റെ അടുക്കൽ ഒരാൾക്കും തന്നെ ശഫാഅത്ത് ചെയ്യാൻ കഴിയുകയില്ല. അഹദുൻ ഇല്ലാ ബിഇദ്നി. അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ. അപ്പൊ അള്ളാഹിന്റെ അനുമതി വേണം. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി എന്ന് സൂറത്ത് ആയത്തുൽ കുർസിയിൽ പറഞ്ഞത്. ആരുണ്ട് അള്ളാഹിന്റെ അടുക്കൽ അവന്റെ അനുമതിയില്ലാതെ ശഫാഅത്ത് ചെയ്യാൻ? അപ്പൊ അനുമതി ഉണ്ടെങ്കിൽ ചെയ്യാം. അതാണ് മശ്റൂആയ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹ് അനുമതി കൊടുക്കണം. ആർക്ക് ഇന്ന ആൾക്കാർക്കൊക്കെ ശഫാഅത്ത് കൊടുക്കണം, അള്ളാഹ് അനുമതി കൊടുക്കണം. ആര് ശഫാഅത്ത് ചെയ്യണം, അതും അള്ളാഹ് അനുമതി കൊടുക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതുള്ളൂ. കുല്ലു ശഫീൻ വഹുവ യഖാഫു വലാ യഖ്ദിറു അൻ യശ്ഫഅ ഇൻദഹു അഹദുൻ ഇല്ലാ ബിഇദ്നി ഫൈദാ അറാദ റഹ്മത അബ്ദി. അല്ലാഹു തആല അള്ളാഹുവിന്റെ അടിമക്ക് എന്തെങ്കിലും കാരുണ്യം കൊടുക്കാൻ വിചാരിച്ചാൽ ആദിന ലിശ്ശഫീഇൽ കരീം ഇൻദഹു അൻ യശ്ഫഅ റഹ്മതൻ ബിൽ ഇസ്നൈനി. അങ്ങനെയുള്ള ആൾക്കാരോട് അള്ളാഹു ഒരു കാരുണ്യം കാണിക്കും. അള്ളാഹു അള്ളാഹിന്റെ അടിമകൾക്ക് ഒരു ഉപകാരം ചെയ്യട്ടെ എന്ന് വിചാരിച്ചു, അവനോട് കാരുണ്യം കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്ന് അള്ളാഹ് എന്താ ചെയ്യുക? അവന് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹു വേറൊരാൾ ചുമതലപ്പെടുത്തും, ഓൻ ചെയ്യും. ഇതെന്താണ്? ശഫാഅത്ത് ചെയ്യുന്നവനോടും ശഫാഅത്ത് ചെയ്യപ്പെടുന്നവനോടും അള്ളാഹുവിന്റെ കാരുണ്യാണ്, അല്ലാണ്ട് ആരുടെ അധികാരമല്ല. അങ്ങനെ അധികാരമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം മുഴുവനുള്ളത്. ആർക്കും അള്ളാഹിന്റെ അടുക്കൽ ഒരു അധികാരമില്ല. അള്ളാഹിന്റെ അടുക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെയല്ല, അള്ളാഹിന്റെ ഫضലേ ഉള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. റസൂല് പറഞ്ഞാലും അഷ്റഫുൽ ഖൽഖാണ് റസൂല്. പ്രാർത്ഥന ഏറ്റവും ഉത്തരം കിട്ടണ്ട അള്ളാഹിന്റെ റസൂലിന്. എല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നീ എത്ര തവണ ഇസ്തിഗ്ഫാർ നടത്തിയാലോ അവരുടെ കാര്യത്തിൽ ഇസ്തിഗ്ഫാർ അല്ലാഹ് സ്വീകരിക്കൂല. ഖുർആനിലെ അവർക്ക് വേണ്ടി എത്ര തവണ നീ ഇസ്തിഗ്ഫാർ നടത്തിയാലും അവരുടെ കാര്യത്തിൽ ഇസ്തിഗ്ഫാർ സ്വീകരിക്കൂല. ആര്? മുനാഫിക്കീങ്ങളുടെ കാര്യത്തിൽ ഇസ്തിഗ്ഫാർ സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. അവരുടെ കാര്യത്തിൽ താങ്കൾ ഇസ്തിഗ്ഫാർ പാപമോചനം തേടിയാലും ശരി തേടിയിട്ടില്ലെങ്കിലും ശരി അള്ളാഹ് പൊറുക്കൂല. ഇപ്പൊ റസൂല് പറഞ്ഞാലും കിട്ടൂല. കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് യോഗ്യനായ ഒരാൾ ഇവിടെ ഉണ്ടാകണം. അതിന് യോഗ്യതയും അർഹതയും ഒരാൾക്കുണ്ടോ ഓനെ അത് കിട്ടൂ. അത് തീരുമാനിക്കണമെന്നും അള്ളയാണ്. അത് സൃഷ്ടികളുടെ അവകാശത്തിൽപ്പെട്ടതല്ല. അങ്ങനെ സൃഷ്ടികളുടെ അവകാശത്തിൽപ്പെട്ടതാണ് എന്ന് ധരിക്കുമ്പോഴാണ് ശഫാഅത്തിന്റെ വിഷയത്തിൽ ആള് വേലിക്ക് പുറത്തു പോവുകയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യത്തിനും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ താല്പര്യത്തിനും പുറത്തു പോവുകയും ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കാര്യങ്ങളെ ഗൗരവപൂർവ്വം നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഫസാദുകളിൽ നിന്നും ഫിത്നയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന ഒരു ഓർമ്മ നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്ത് സുഖ്റൂഫിലെ 86-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്ന ഒറ്റ വാചകോട് കേൾപ്പിക്കാം. വലാ യംലിക്കുല്ലദീന യദഊന മിൻ ദൂനിഹി അസ്സഫാഅ. അള്ളാഹുവിന് പുറമെ ആരോടൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അവരൊന്നും തന്നെ ശഫാഅത്തിനെ ഉടമപ്പെടുത്തുന്നില്ല. പ്രാർത്ഥിക്കുന്നത് എന്തിനാ, ആരാധിക്കുന്നത് എന്തിനാ? അവരെ ശഫാഅത്ത് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അങ്ങനെ ആരോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടോ അവരുടെ ഒന്നും ശഫാഅത്ത് അവരാരും തന്നെ ശഫാഅത്തിനെ ഉടമപ്പെടുത്തുന്നില്ല. എന്നിട്ട് പറയുന്നു ഇല്ലാ മൻ, ഒരുവനല്ലാതെ, ഷഹീദ ബിൽ ഹഖ്, അവൻ സത്യത്തിന് സാക്ഷ്യം വഹിച്ചവനാണെങ്കിലല്ലാതെ, വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിച്ച ഒരാൾക്കല്ലാതെ ശഫാഅത്തിന് അർഹത ഉണ്ടാവില്ല എന്നാ. അള്ളാന്റെ റസൂലിന് ശഫാഅത്തുൽ ഉളുമ, ഒരുപാട് ശഫാഅത്ത് പാരത്രിക ജീവിതത്തിൽ ശഫാഅത്തുകളുണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ ആ ശഫാഅത്തിന് ഒരാൾ അർഹനായി തീരുക എന്ന് പറയുന്ന സംഗതിയുണ്ട്. എങ്ങനെയാണ് അർഹനായി തീരുന്നത്? റസൂലുള്ളാഹിന്റെ ഒരു ഹദീസുണ്ട്, അസ്അദുന്നാസി ബിശഫാഅതി, എന്റെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യവാനായി തീരുന്നവൻ ആരാണ്? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായി വിശ്വസിച്ചവനാണ്. ശിർക്ക് ചെയ്തു പോയ ഒരാൾക്ക് എന്തില്ല? നരകാമൻ കിട്ടാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ശിർക്കും കുഫറുമായിട്ട് അള്ളാന്റെ കോടതിയിൽ പോയാൽ രക്ഷല്ല. അവിടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ പോലും എന്ത് വേണം? ശരിയായ തൗഹീദ് ഉള്ളവൻ ആയിരിക്കണം. എത്ര കൃത്യമെന്നറിയോ? അപ്പൊ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ ഉള്ളതാണ്. ആ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആല അവന്റെ മഹലായ ഫളല് കൊണ്ട് ചില ആളുകൾക്ക് കൊടുക്കുന്നതാണ്. അത് ആർക്ക് വേണം, ആർക്ക് കൊടുക്കണം, ആര് ശഫാഅത്ത് ചെയ്യണം, ആർക്ക് കിട്ടണം എന്നതൊക്കെ തീരുമാനിക്കുന്നത് മനുഷ്യന്മാരല്ല. അതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ചുള്ളതാണ്. ആ ഇഷ്ടം അതിന് അർഹനായി തീരുക എന്ന് പറഞ്ഞ് നമ്മുടെ അമല് കൊണ്ടാണ്, നമ്മളെ ശരിയായ വിശ്വാസം കൊണ്ടാണ്, നമ്മളെ ശരിയായ നിസ്കാരവും നോമ്പും ഹജ്ജും കാര്യങ്ങളൊക്കെ ഉള്ളവനായി ശരിയായ ഇഖ്ലാസോടുകൂടി തൗഹീദോടുകൂടി ഒരുത്തം മരിച്ചുപോയാൽ അവനെ അത് കിട്ടാൻ അർഹതയുള്ളൂ. അങ്ങനെ ഉണ്ട് എന്ന് വ്യക്തമായും ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ശഫാഅത്തിന്റെ കാര്യത്തിൽ പോലും അത്രയേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയും ദീനിൽ ഇല്ലാത്ത ശഫാഅത്തിന്റെ പേരിൽ കുഫറിലും ശിർക്കിലും ചെന്ന് പെട്ടുപോകുന്ന കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരിയായ ദീനനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا